ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നാടൻ കറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മാങ്ങ പെരക്ക് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ കിട്ടിയ സമയത്ത് അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ചില സ്ഥലത്ത് ഇതിന് മാങ്ങ പച്ചടി എന്ന് പറയും. അപ്പോൾ ഇത് അധികം മൂപ്പ് എത്താതെ മാങ്ങയാണ്. ഇപ്പോഴും മാങ്ങ ഉണ്ടായി വരുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മൂപ്പെത്താതെ മാങ്ങയാണ്. അപ്പോൾ ഞാനിതൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചോപ്പർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയതായി ഒന്ന് അരിഞ്ഞെടുക്കണം. മുൻപൊക്കെ കൈ കൊണ്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിക്കലാണ്. പക്ഷെ ഞാൻ ഇന്ന് ഈ ചോപ്പറിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാകുമ്പോൾ കാണാനും പിന്നെ നമുക്ക് കഴിക്കാനും ഒക്കെ കുറച്ച് ഒരു രസം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. കാരണം മുറിക്കുന്ന അത്രയും സമയം വേണ്ട, വേഗം തന്നെ ഇത് ചോപ്പറിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് പെരക്കി വെക്കാം. ഇനി നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് കൊച്ചുള്ളിയാണ് എടുക്കുന്നത്. ഞാനത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ചോറിന് ചില ദിവസം കറികളില്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായ കറി പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഞാൻ 2 പച്ചമുളകും കൂടി എടുത്തിട്ട്, എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് എടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തത്. അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് അധികം അരയാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല കട്ട തൈര് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ഒരു 3 സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി അതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്ന് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തു. വളരെ സിമ്പിളായി നമ്മുടെ കറി റെഡിയാകാൻ പോവുകയാണ്. ഞാൻ ഉപ്പുണ്ടോ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുളിയും കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി തൈര് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാങ്ങയും കൂടി എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാങ്ങ പെരക്ക് അല്ലെങ്കിൽ മാങ്ങ പച്ചടി എന്നൊക്കെ പറയുന്ന കറി റെഡിയായി. വളരെ സിമ്പിളാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി നമുക്കിതിനൊന്ന് വറവ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. പൊട്ടി വരുന്ന കടുകിലേക്ക് ഒരു വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്കുള്ള വറവായി. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.